ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലയും പച്ചമാങ്ങയും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാനിവിടെ ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി മതിയാവും. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. 2 പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച മാങ്ങ അരിഞ്ഞ് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് അധികം പുളിയില്ലാത്ത ഒരു ചെറിയ മാങ്ങയായിരുന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് മാങ്ങയൊക്കെ വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെക്കുകയാണ്. ഒരു മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മാങ്ങ വേവുന്ന നേരം കൊണ്ട് കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കാം. 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മാങ്ങ വേവിക്കാനായിട്ട് വെച്ചിട്ട് 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ വെന്ത് കലങ്ങി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇപ്പൊ മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി നിറയെ മുരിങ്ങയില കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. മുരിങ്ങയില നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയില ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ്. ആ മിക്സിന്റെ ജാറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളവും ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ചു വന്നാൽ മതിയാവും. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതുപോലെ വന്നാൽ മതിയാവും. ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ കറി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ചൂടാറി വരുമ്പോൾ കറി ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ വെള്ളം ചേർക്കുമ്പോൾ എത്രത്തോളം ലൂസിലാണോ നിങ്ങൾക്ക് കറി വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂണിന്റെ പകുതി ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി മൂത്ത് കളറെല്ലാം മാറി ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഈ താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ താളിപ്പിന്റെ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കറി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഈ കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്